സൽമാൻ അസ്സരി ഉസ്താദിനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ന് നടന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നമുക്ക് ചോദിക്കാം. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കുകയും ചെയ്യാം. ഇന്ന് കർണാടകയിൽ, അതായത് ദക്ഷിണ കന്നഡ ജില്ലാ ഖാദിയായി നാസർ ഹയ്യ് തങ്ങളെ നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചു. അതിൻ്റെ ലൈവ് പരിപാടികളും കുറച്ച് ആൾക്കൂട്ടവും കുറച്ച് ആളുകൾ അങ്ങോട്ട് പോകുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. നമ്മളതിൽ ആദ്യമൊന്നും ഒരു അസ്വാഭാവികത കണ്ടിരുന്നില്ല. പക്ഷേ ഇന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രവർത്തകർ വിളിച്ചിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെ തരികിട തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ അവിടെ നടന്നു എന്നുള്ള കാര്യങ്ങൾ. അവിടുത്തെ സമസ്ത പ്രവർത്തകരൊട്ടും തൃപ്തരല്ല ഈ കാര്യത്തിലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? കന്നഡ ജില്ലാ ഖാദി എന്ന് പറയുമ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം സയ്യിദുൽ ഉലമ ഏതാനും മഹല്ലുകളുടെ ഖാദി ആയിട്ടുണ്ട്. ഇനി വരുന്ന ഓഗസ്റ്റിൽ നിരവധി ദിവസങ്ങളിലായി 200ഓളം മഹല്ലുകളുടെ ഖാദിയായി സയ്യിദുൽ ഉലമ ബൈഅത്ത് ചെയ്യുമെന്നും ഈ കന്നഡയിൽ നിന്നുള്ള സമസ്ത പ്രവർത്തകർ പറയുന്നു. അതിൻ്റെ നോട്ടീസും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ ജില്ലാ ഖാദി എന്നൊക്കെ പറയുമ്പോൾ പണ്ട് നാട്ടിക ഉസ്താദ് പറയുന്നത് പോലെ ഉള്ള ഒരു തമാശയാണ് ഓർമ്മ വന്നത്. എന്താണ് അതിൻ്റെ മൊമെൻറ്റോയിലെല്ലാം ജില്ലാ ഖാദി എന്നാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സൽമാൻ അസ്സരി ഉസ്താദ്, എന്താണ് സംഭവിച്ചത്? ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് ഖാദി നിയമനവും എന്ന പേരിൽ ബഹുമാന്യനായ സയ്യിദ് നാസർ ഹയ്യ് തങ്ങളെ മംഗലാപുരത്ത് വെച്ച് ബന്ദർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖാദിയായിട്ട് ബൈഅത്ത് ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ് നമ്മളിന്ന് കണ്ടത്. നിങ്ങളതിനെക്കുറിച്ചാണ് ചോദിച്ചതും. സ്വാഭാവികമായും ഖാദി നിയമിക്കാൻ അതാത് മഹല്ലത്തിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് അതിന് യോഗ്യരാണ് എന്ന് അവർക്ക് തോന്നുന്ന ആളുകളെ അവർക്ക് ഖാദിയായിട്ട് നിയമിക്കാവുന്നതാണ്, നിശ്ചയിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അവിടെ ബഹുമാനപ്പെട്ട ത്വാക്ക ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹം ഖാദിയായിരുന്ന വിവിധ മഹല്ലുകളും പുതിയ ഖാദിയെ നിയമിക്കാനുള്ള തീരുമാനങ്ങളെടുക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഖാദി നിയമനത്തിന് നമ്മൾ എതിരല്ല. ഖാദിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് എതിർക്കേണ്ട കാര്യവുമില്ല. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായൊരു കാര്യമാണ്. പിന്നെ ഖാദിയായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തി ബഹുമാനപ്പെട്ട നമ്മളൊക്കെ ഏറെ ആദരിക്കുന്ന സയ്യിദ് നാസർ ഹയ്യ് ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം പണ്ഡിതനാണ്. അദ്ദേഹം ആ ആലിമിൻ്റെ ഷിആറിൽ നടക്കുന്ന ആളാണ്. പൊതുവെ സമൂഹത്തിൻ്റെ ഇടയിൽ സൽപ്പേര് നിലനിർത്തിപ്പോരുന്ന ഒരു വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ അതിലും ആർക്കും ആക്ഷേപിക്കാനൊന്നും തരമില്ല. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം, എവിടെ പരിപാടി വെച്ചാലും അതിലൊക്കെ വലിഞ്ഞു കയറുകയോ അല്ലെങ്കിൽ അതൊക്കെ തങ്ങളുടേതായ ഒരു വിജയമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ഒരു ലൈനിലുള്ള പരിപാടിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും അതിൽ അനാവശ്യമായി ഇടപെടുകയും സോഷ്യൽ മീഡിയയിലും മറ്റും അതിൻ്റെ പേരിൽ സമസ്തയെയും സമസ്തയുടെ നേതാക്കളെയും പരിഹസിച്ചുകൊണ്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ടും പോസ്റ്ററുകൾ അടിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്ന ലിബറൽ സുഹാബി ലൈനിലുള്ള ആളുകൾ അവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ കാര്യങ്ങൾ ഇത് സമസ്തയുമായിട്ടുള്ള എന്തോ ഒരു ഫൈറ്റ് നടക്കുന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ചില എഴുത്തുകുത്തുകളും പ്രകടനങ്ങളുമൊക്കെ അവരിൽ നിന്ന് കണ്ടപ്പോഴാണ് ഇതെന്താണപ്പോൾ ഇങ്ങനെ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ആ ഭാഗത്തേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ എത്തി നോക്കാനുണ്ടായ സാഹചര്യം അതാണ്. നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് ഖാദിയായിട്ട് നിയമിക്കപ്പെടുന്നു എന്നായിരുന്നു ഇതുപോലുള്ള ആളുകളുടെ അവകാശവാദം. നമ്മളത് ഇവരുടെ കുപ്രചരണങ്ങൾ നടത്താനും കളവുകൾ എഴുതിവിടാനൊക്കെ അതിവിദഗ്ധരായ ആളുകളായതുകൊണ്ട് അവരുടെ എഴുത്തുകുത്തുകളല്ലേ എന്നുള്ള നിലക്ക് അത്ര പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അവിടെ ഖാദി നിയമനവുമായി ബന്ധപ്പെട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടൊരു മൊമെൻറ്റോ പോലത്തെ ഒരു സാധനത്തിൽ എഴുതപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടു ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് ഖാദി എന്ന്.
നമ്മൾ അറിഞ്ഞിടത്തോളം ഒരു ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിൽ ഏകദേശം എത്ര മഹല്ലത്തുകൾ ഉണ്ടാവും എന്ന് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് കാളി എന്ന് പറയുമ്പോൾ പണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നാട്ടിക ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് സ്ഥലം മതിയാവില്ലായിരുന്നു. പണ്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് സുന്നികളിൽപ്പെട്ട ഒരു വിഭാഗം അവരുടെ ഏതാനും മഹല്ലത്തുകളുടെ കാളി നിയമനവുമായി ബന്ധപ്പെട്ട് ജില്ലാ കാളിയെ നിയമിക്കുകയാണ് എന്ന രീതിയിൽ ഒരു പ്രോഗ്രാം വെച്ചപ്പോൾ അതിന് നാട്ടിക ഉസ്താദ് പറഞ്ഞൊരു കമൻ്റാണ്, അത് ജില്ലാ കാളിയല്ല, അത് ഗ്രൗണ്ട് കാളിയാകുന്നു എന്നതുപോലെ അവിടെ പ്രഭാഷണം നടത്തിയ ഒരുത്തൻ ആ ഭാഗങ്ങളിൽ ഈ ലിബറൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഹുദവി അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. സയ്യിദ് അവറുകളെ ഈ സദസ്സിൻ്റെ കാളിയായിട്ട് പ്രഖ്യാപിക്കുകയാണെന്നോ എന്തോ പറഞ്ഞു. അപ്പോൾ ഗ്രൗണ്ട് കാളിയല്ല, സദസ്സിൻ്റെ കാളിയായിട്ടാണെന്നാണ് പറയണത്. ഇങ്ങനെ ഒരു തലയും പാലില്ലാത്ത പരിപാടികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ കേട്ടെ. അപ്പോൾ ഈ ജില്ലാ കാളി എന്നാണല്ലോ ഇവർ എഴുതി വിട്ടതും ഇവർ കൈമാറ്റം ചെയ്യപ്പെട്ട മൊമെൻറ്റോയിൽ നമ്മൾ കാണാനിടയായതും. ദക്ഷിണ കന്നഡ ജില്ലയിൽ 20-25 മഹല്ലുകളാണോ ഉള്ളത്? ഈ ബന്ദർ എന്നതാണോ ദക്ഷിണ കന്നഡ ജില്ല എന്ന് പറയുന്നത്? ഇത് കൃത്യമായിട്ട് അറിയേണ്ട കാര്യമല്ലേ. ആളുകളെ വഞ്ചിക്കാൻ പാടില്ല. കാളി നിയമനം ഒരു കളിയാക്കി മാറ്റാൻ പാടില്ല. ആര് ചെയ്താലും ശരി, നമ്മൾ ചെയ്യുക അവർ ചെയ്യുക എന്നല്ല. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളാണ്. സയ്യിദ് നാസർ ഹയ്യി തങ്ങൾ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. അവിടെ പങ്കെടുത്ത സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. ബഹുമാനപ്പെട്ട MT ഉസ്താദ് നമ്മൾ ഏറെ ആദരിക്കുന്ന ആളുകളിൽപ്പെട്ട ആളാണ്. അതുപോലെ നമ്മൾ ബഹുമാനിക്കുന്ന പലരും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ആക്ഷേപിക്കുകയാണോ? ഒരിക്കലുമല്ല. അവരൊന്നും ഒരു പക്ഷേ ഇതിൽ പ്രതികൾ പോലും ആവില്ല. ഒരു പക്ഷേ നാസർ ഹയ്യി തങ്ങൾ അടക്കമുള്ള അവിടെ പങ്കെടുത്ത ഈ പ്രായം ചെന്ന പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയൊക്കെ അവർ വഞ്ചിച്ചതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതല്ലാതെ അവർ ഒരിക്കലും ഇപ്പോൾ MT ഉസ്താദിനെ പോലെ ഫിഖ്ഹിലൊക്കെ അഗ്രഗണ്യനായ ഒരാൾ ജില്ലയുടെ കാളിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നൊരു ചടങ്ങിൽ MT ഉസ്താദിനെ പോലുള്ള ഒരാൾ അറിഞ്ഞുകൊണ്ട് പങ്കെടുക്കുമോ? സാദിഖ് അലി ശിഹാബ് തങ്ങളെപ്പോലുള്ള കേരളത്തിലെ നൂറുകണക്കിന് മഹല്ലത്തുകളുടെ കാളിയായ ഒരാൾ ഇങ്ങനെ ഒരു സംരംഭത്തിൽ അറിഞ്ഞുകൊണ്ട് പങ്കെടുക്കൂ? എനിക്ക് തോന്നുന്നില്ല അവർ പങ്കെടുക്കും. അവർ അറിഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളെ ജില്ലാ കാളിയായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നാസർ ഹയ്യി തങ്ങൾ അറിഞ്ഞാൽ അദ്ദേഹം എങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ? കാളിയായിട്ട് ബയ്യത്ത് ചെയ്യപ്പെട്ട ആള് തന്നെ ഇങ്ങനെ ഒരു നാടകം ഇതിൻ്റെ പുറകിൽ ചില ആളുകൾ നടത്തുന്നത് അറിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം അതിൽ പങ്കെടുക്കുമോ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വഞ്ചിക്കപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. വഞ്ചിക്കാൻ പ്രാപ്തരായ ആളുകൾ അതിൻ്റെ സംഘാടകരിൽ ഉണ്ട് താനും. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ബൈഅത്ത് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന മഹല്ലത്തുകൾ, ആ മഹല്ലത്തുകളിൽ തന്നെ ചില ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകളും ഇവർക്ക് സാധിക്കുമെങ്കിൽ അവർ നീക്കിത്തരണം. അതാണല്ലോ ചെയ്യേണ്ടത്. ഇന്ന് ബൈഅത്ത് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ അനസ് ബിൻ മാലിക് മസ്ജിദ്, ജുമാ മസ്ജിദ്, അതായത് ബങ്കരെ അനസ് ബിൻ മാലിക് ജുമാ മസ്ജിദ്, ഇന്നിപ്പോൾ നാസർ ഹയ്യി തങ്ങളെ കാളിയായിട്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആളുകളാണ് എന്ന പേരിൽ ചില ആളുകളെ കൊണ്ട് പൊന്നാടയൊക്കെ അണിയിച്ച്, ഷാൾ അണിയിച്ച് ആ കാളി ബയ്യത്ത് ചടങ്ങിൽ പങ്കെടുത്തത് ഇന്ന മഹല്ലിൻ്റെ ആളുകളായിട്ട് വന്ന ആളുകൾ അദ്ദേഹത്തെ കാളിയാക്കി എന്ന് പറയപ്പെടുന്ന മഹല്ലത്തിൽപ്പെട്ട ഒരു മഹല്ലാണ് അനസ് ബിൻ മാലിക് ജുമാ മസ്ജിദ് ബങ്കറുള്ള. ഈ അനസ് ബിൻ മാലിക് ജുമാ മസ്ജിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ജുമാ മസ്ജിദാണ്. അപ്പം നിങ്ങൾ പറയും അത് അവിടുത്തെ കമ്മിറ്റിയിൽപ്പെട്ട 1-2 ആളുകളായിരിക്കും. അല്ല, ആ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമഅക്ക് ഖുത്ബ നടക്കുന്നത് അറബിയിൽ അല്ല. അപ്പോൾ അറബി ഭാഷയിലല്ലാതെ ഉറുദുവിൽ ഖുത്ബ ഓതപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മഹല്ലത്ത്, ഒരു പള്ളി, ആ പള്ളിയുടെ ആളുകൾ നാസർ ഹയ്യി ശിഹാബ് തങ്ങളെ കാളിയായി ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിങ്ങൾക്കാർക്കും ഒരു ദുരൂഹതയും തോന്നുന്നില്ലേ? ഇത് നാസർ ഹയ്യി തങ്ങൾ അറിയോ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പള്ളിയാണത് എന്ന്? ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ കാളിമാരെ നിയമിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ പക്ക മുശ്രിക്കായ ഒരാളെ അവരുടെ ഭാഷയിൽ, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഭാഷയിൽ കൊടിയ മുശ്രിക്കായ ആളെ അവർ കാളിയായിട്ട് ബൈഅത്ത് ചെയ്തു എന്നാണോ പറയേണ്ടത്? എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം?
ബൈഅത്ത് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ മഹല്ലത്തുകളുടെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് സൽമാൻ അസർ ഉസ്താദ് നിങ്ങൾ ഈ പറഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിന്റെ ആള് അവിടെ വന്ന് പൊന്നാട അണിയിച്ചു, ആ മഹലിന്റെ പ്രതിനിധി എന്നാണോ പറയണത്? അവരെ ബൈഅത്ത് ചെയ്തു എന്നാണോ പറയണത്? ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ മഹലില് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത് സുന്നികളുടെ പരിപാടിയല്ലേ? എന്താ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ സുന്നിൻ്റെ ഉള്ളിൽ കാര്യം? എനിക്ക് സംശയം ഈ അവിടെ തന്നെ സൈനുദ്ദീൻ തങ്ങളുടെ സൈനുൽ ആബിദ് തങ്ങളുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഓടുന്നുണ്ട്. അതായത് വഹാബികളെ എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നൊരു ഭാഗം അവിടെ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളെ കൂടെ ഒന്ന് പിന്നെ പെയിൻ്റ് അടിക്കാനാണോ അല്ലെങ്കിൽ പൊന്തമ കയറ്റാനാണോ ആ പ്രസംഗം നടത്തിയത് എന്ന് സംശയം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന കമ്മിറ്റി ഭാരവാഹികളാണ് ആ പള്ളിയിലെ ജുമയൊക്കെ സുന്നി ആശയം അനുസരിച്ചല്ല നടക്കുന്നത് എന്നാണ് കർണാടകയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം. ഇല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ. അതായത് ഈ അനസ് ബിൻ മാലിക് എന്നത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അനുസരിച്ച് പോകുന്ന ഒരു മഹലാണ്. ആ മഹലിൽ ബൈഅത്ത് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പറയപ്പെടില്ല അവർ ഷാൾ അണിയിച്ചു, അതവിടെ പിന്നെ ഖാലിയായിട്ട് ബൈഅത്ത് ചെയ്തു എന്നാണ് പറയുന്നത്.